ഹലോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഫാൻസി പാൻ ഫുൾ ഗൈഡ് വീഡിയോ. ഇത് ഇൻഡോചൈൻ പീക്കാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഇത് ഓൾമോസ്റ്റ് ഒരു 10K ഫീറ്റ് ഹൈറ്റ് വരും കേട്ടോ. ഞങ്ങൾ പോയത് ഡിസംബർ ടൈം ആയിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര കോൾഡ് ആൻഡ് ക്ലൗഡി ആയിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു 10 മിനിറ്റ് സാപ്പ സ്റ്റേഷനിലേക്കുള്ളൂ കേട്ടോ. ടോപ്പ് എത്താൻ മൊത്തം 3 ട്രാൻസ്പോർട്ട് വേണ്ടി വരും. ആദ്യം സാപ്പ സ്റ്റേഷനിൽ നിന്ന് മോങ്ഹുവ ഫുനിക്കുലർ ട്രെയിനാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ നോർമൽ മറ്റേ സാപ്പ റീൽസിലൊക്കെ കാണുന്ന ആ റെഡ് കളർ ട്രെയിനില്ലേ, അത് തന്നെ സംഭവം. എല്ലാ 10-15 മിനിറ്റിലും ട്രെയിനുണ്ട്. മോങ്ഹുവ സ്റ്റേഷനിലെത്തിയാൽ കേബിൾ കാർ സൈൻ ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി. ഓൺ ദ വേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അട്രാക്ഷൻസ് ഒരുപാടുണ്ട്, ലൈക്ക് ഹുവാങ്മോ വില്ലേജസ് ഒക്കെ. ബട്ട് ഞങ്ങൾ അവിടെ അത്ര ടൈം കളഞ്ഞില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഹോങ്ലിൻ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് കേബിൾ കാർ എടുക്കേണ്ടത്. 3 കേബിൾ സിസ്റ്റം ആണ് ഈ കേബിൾ കാറിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ കേബിൾ കാർ പോലെയല്ല, നല്ല ഹ്യൂജ് ആണ്, അതേപോലെ തന്നെ നല്ല സ്റ്റേബിളും ആണ്. ഓൾമോസ്റ്റ് 10-20-25 പേരെ ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന്. അങ്ങനെ ഒരു 20-25 മിനിറ്റ് റൈഡിന് ശേഷമാണ് നമ്മൾ കേബിൾ കാറിൽ നെക്സ്റ്റ് സ്റ്റേഷൻ എത്തുന്നത്. അവിടുന്ന് കുറച്ച് നടന്ന് സ്റ്റെയേഴ്സ് ഒക്കെ എടുത്ത് വേണം ഡോക്വിൻ സ്റ്റേഷൻ എത്താൻ. ഓൺ ദ വേ നമുക്കൊരു ടെമ്പിൾ ഒക്കെ കാണാനുണ്ട്. വെതർ നല്ലതാണേൽ നമുക്ക് ബിഗ് ബുദ്ധയും പീക്ക് പോയിന്റ് വ്യൂ ഒക്കെ നല്ല പോലെ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഡോക്വിൻ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ഫാൻസി പാൻ പീക്ക് ഫുനിക്കുലർ ട്രെയിൻ എടുക്കേണ്ടത്. പക്ഷേ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഹൈക്ക് ചെയ്ത് പോകാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പോകാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ട്രെയിൻ എടുക്കേണ്ടി വരും. ഈ ലാസ്റ്റ് ട്രെയിൻ 1 സൈഡും അവൈലബിൾ ആണ് കേട്ടോ. സോ മുകളിലേക്ക് ട്രെയിൻ എടുക്കാം, താഴേക്ക് സ്റ്റെയേഴ്സും എടുക്കാം, എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ. ട്രെയിൻ ആണെങ്കിൽ ഒരു 2 മിനിറ്റ്സിൽ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് എത്തും. ഒരു ട്രെയിനേ ഉള്ളൂ, അതുകൊണ്ട് തിരിച്ചു വരാനും പോകാനും ഒക്കെ പെട്ടെന്ന് ക്രൗഡഡ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ട്രക്മേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സ്റ്റേഴ്സ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ഓഫ് ഫാൻസി പാൻ എത്തി കേട്ടോ. ചിലർക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ തലകറക്കമൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നു 10K ഫീറ്റ് പ്ലസ് ഹൈറ്റ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഓഫ് കോഴ്സ് കാശ് കൊടുക്കണം, അവർ നല്ല നല്ല ഫോട്ടോസ് എല്ലാം എടുത്ത് തരും. പിന്നെ ഇവിടെ വിയറ്റ്നാം ഫ്ലാഗ് ഒക്കെ പിടിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കേബിൾ കാർ ഇറങ്ങിയപ്പോൾ തൊട്ട് ഫുൾ വ്യൂ ചേഞ്ച് ആയി തുടങ്ങും. വേറൊരു വൈബാണ്. ഇവിടെ ടോപ്പ് വ്യൂ ആണെങ്കിൽ അടിപൊളിയാണ്. ഭയങ്കര കാറ്റൊക്കെ ആയതുകൊണ്ട് സാധനങ്ങൾ വരെ പറന്നു പോകാൻ സാധ്യതയുണ്ട്. വീഡിയോസിൽ എത്രമാത്രം ആ ബ്യൂട്ടി അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. കുറേ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ തിരിച്ചിറങ്ങി. നമ്മൾ വന്നത് പക്ഷേ ഡിസംബർ ടൈം ആയതുകൊണ്ട് ഹെവി ഫോഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ വന്ന പോലെ തന്നെ ട്രെയിനും കേബിൾ കാറും വീണ്ടും ട്രെയിനും ഒക്കെ എടുത്ത് വേണം നമ്മൾ തിരിച്ചു പോകാൻ. ഒരു ഹാഫ് ഡേ പരിപാടിയുണ്ട് ഇത്. വെതർ അപ്ഡേറ്റ് നോക്കി വിസിറ്റ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് എടുക്കാനും നേരത്തെ പോകാനും മറക്കണ്ട, ഇല്ലെങ്കിൽ ക്യൂ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സാപ്പയിൽ വന്നാൽ ഫാൻസി പാൻ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് കേട്ടോ. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.